നമസ്കാരം. എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. എന്താണ് ദ്വാദശാക്ഷരി മന്ത്രം? അതിൻ്റെ ഉദ്ഭവം എങ്ങനെയാണ്? അതിൻ്റെ അർത്ഥം എന്താണ്? ഇതെല്ലാം ഒന്ന് നമുക്ക് നോക്കാം. ദ്വാദശ എന്നാൽ 12 എന്നാണ് അർത്ഥം. അക്ഷരി അക്ഷരങ്ങൾ, അതായത് 12 അക്ഷരങ്ങളുള്ള നാമമാണ് ദ്വാദശാക്ഷരി. വിഷ്ണു ഭഗവാനോടുള്ള ഏറ്റവും പരിശുദ്ധമായ സ്നേഹം അല്ലെങ്കിൽ ഭക്തി പ്രകടിപ്പിക്കുവാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ദ്വാദശാക്ഷരി മന്ത്രം. വൈഷ്ണവ പാരമ്പര്യത്തിൽ ഈ മന്ത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ശ്രീ വൈഷ്ണവം, ഗൗഡീയ വൈഷ്ണവം തുടങ്ങിയ നിരവധി വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ പ്രധാനമായും ദ്വാദശാക്ഷരി മന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതാണ് ദ്വാദശാക്ഷരി മന്ത്രം. അർത്ഥം ഇങ്ങനെയാകുന്നു: ഓം പരമാത്മാവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് ഈ കോസ്മിക്, ഈ ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ആ പരമമായ ശബ്ദം. നമോ, പ്രണാമം, ഭക്തിയോടുള്ള നമസ്കാരമാണ് നമോ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഭഗവതേ, പരമദൈവമായ വിഷ്ണുവിനോടുള്ള അടിമുടിയുള്ള സമർപ്പണമാണത്. വാസുദേവായ, ശ്രീകൃഷ്ണൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ഒരു നാമമാണ് ഇത്. എല്ലായിടത്തും വ്യാപിക്കപ്പെട്ടിരിക്കുകയും എല്ലാ ജീവവർഗങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുകയും ചെയ്യുന്ന ആ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. ഞാൻ സർവോപരി ദൈവമായ ഭഗവാൻ വാസുദേവന് നമസ്കാരം അർപ്പിക്കുന്നു. ഇങ്ങനെയാകുന്നു അതിൻ്റെ അർത്ഥം. ഇതിനൊപ്പം തന്നെ മറക്കാതെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. എൻ്റെ ഈ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കഴിവതും ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഈ മന്ത്രം വേദകാലത്ത് തന്നെ ഉദ്ഭവിച്ചിട്ടുള്ളതും പല വൈദിക ഗ്രന്ഥങ്ങളിലും പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. പ്രത്യേകിച്ച് വിഷ്ണു പുരാണം, ശ്രീമദ് ഭാഗവതം തുടങ്ങിയവയിൽ ഈ മന്ത്രത്തിൻ്റെ മഹത്വം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. വിഷ്ണു പുരാണം 1, 6, 2 ഇവയിൽ മോക്ഷം, അതായത് മുക്തി നേടുന്നതിനുള്ള അതിശക്തമായ ഒരു മാർഗമായാണ് ഈ മന്ത്രം കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിലാകട്ടെ വാസുദേവ എന്ന ദിവ്യനാമം ജപിച്ചാൽ പോലും എല്ലാ പാപങ്ങളും ഒഴിഞ്ഞ് ആത്മീയ ഉണർവ് സാധ്യമാകും എന്നും പറയുന്നുണ്ട്. അതായത് ശ്രീമദ് ഭാഗവതം 6, 2, 13. ശ്രീ വൈഷ്ണവരും ഗൗഡീയ വൈഷ്ണവരും അവരുടെ മന്ത്രദീക്ഷയ്ക്കിടെ ഈ മന്ത്രം ശിഷ്യന്മാർക്ക് ഉപദേശിക്കാറുണ്ട്. രാമാനുജ ആചാര്യൻ, ചൈതന്യ മഹാപ്രഭു എന്നിവരുടെ സമ്പ്രദായങ്ങളിലും ഈ മന്ത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ധ്രുവനുമായി ദ്വാദശാക്ഷരി മന്ത്രം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. ധ്രുവനെ അറിയാമല്ലോ, ഇല്ലേ? ഉത്തരപാദ മഹാരാജാവിൻ്റെ മകനായിരുന്നു ധ്രുവൻ. അദ്ദേഹത്തിൻ്റെ രണ്ടാനമ്മയായ സുരുചി എപ്പോഴും ധ്രുവനെ അവഹേളിച്ചുകൊണ്ടിരുന്നു. രാജസിംഹാസനത്തിന് അവകാശമില്ലെന്ന് പറഞ്ഞു. ദുഃഖിതനായ ധ്രുവൻ ഏറ്റവും വലിയ രാജ്യം നേടാൻ ദൃഢനിശ്ചയമെടുത്തു. ധ്രുവൻ്റെ മാതാവായ സുനീതി അദ്ദേഹത്തോട് ഭഗവാന്റെ അനുഗ്രഹം തേടാൻ പറഞ്ഞു. അങ്ങനെ ധ്രുവൻ വനത്തിലേക്ക് പോയി. അവിടെ വെച്ച് നാരദ മുനിയെ അദ്ദേഹം കണ്ടുമുട്ടുന്നു. നാരദൻ അദ്ദേഹത്തിന് ദ്വാദശാക്ഷരി മന്ത്രം ജപിക്കാൻ ഉപദേശിച്ചു കൊടുക്കുന്നു. അതായത് ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ ധ്രുവൻ കഠിനമായ തപസ് ആരംഭിച്ചു. പഴങ്ങളും കിഴങ്ങുകളും മാത്രം ഭക്ഷിച്ച് തപസ് ആരംഭിച്ച ധ്രുവൻ പച്ചയിലകൾ മാത്രമാക്കി, പിന്നീട് ജലം മാത്രമാക്കി, പിന്നീട് വായു മാത്രമാക്കി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തപസ് അതികഠിനമായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു അദ്ദേഹത്തിന് അതിരുകളില്ലാത്ത രാജ്യമാണ് വാഗ്ദാനം ചെയ്തത്. മഹാദേവനാകട്ടെ അദ്ദേഹത്തെ ധ്രുവനക്ഷത്രമായി ആകാശഗംഗയിൽ നിലനിർത്തുകയും ചെയ്തു. ദ്വാദശാക്ഷരി മന്ത്രം കൊണ്ട് അദ്ദേഹത്തിന് നേട്ടമുണ്ടായത് ആത്മീയമായ ഗുണമാണ്. മാത്രമല്ല അതിരുകളില്ലാത്ത സമ്പത്തും അതിരുകളില്ലാത്ത രാജ്യത്തിൻ്റെ അവകാശിയുമായി തീർന്നു. ദ്വാദശാക്ഷരി മന്ത്രം ജപിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമെന്നൊന്ന് നോക്കിയാലോ? ആത്മീയ പരിശുദ്ധിയാണ് ദ്വാദശാക്ഷരി മന്ത്രം ജപിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രയോജനം. ശാന്തിയും സമാധാനവും ഭക്തിയുടെ ശാക്തീകരണവുമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. മോക്ഷം പ്രാപിക്കുവാൻ സഹായിക്കുന്നു. പരമവിഷ്ണുവിലേക്കുള്ള സമർപ്പിതമായ ഭക്തി ആ ഭക്തന് സമർപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഉറപ്പിക്കപ്പെടുന്നു. കർമ്മബന്ധങ്ങളിൽ നിന്നുള്ള മോചനവും ഇത് ഉറപ്പ് നൽകുന്നുണ്ട്. ധ്യാനം, മനസ്സിൻ്റെ ഏകാഗ്രത എന്നിവ വർദ്ധിപ്പിക്കുവാനായിട്ട് ഈ മന്ത്രം സഹായിക്കുന്നു. ശരീരത്തിലും മനസ്സിലും ആനന്ദദായകമായ ഉണർവ് സൃഷ്ടിക്കുന്നു.
വിഷ്ണുഭക്തിയിൽ മനസ്സ് ഉണരുന്നതിന് ഈ മന്ത്രം സഹായിക്കുന്നുണ്ട്. വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ അഷ്ടാക്ഷരി മന്ത്രവും ഉപയോഗിക്കാറുണ്ട്, അതായത് ഓം നമോ നാരായണായ. എന്നാൽ ദ്വാദശാക്ഷരി മന്ത്രം നേരിട്ട് ഭഗവാൻ വിഷ്ണുവിന് അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണന് സമർപ്പിക്കുന്ന മന്ത്രമാണ്. ദ്വാദശാക്ഷരി മന്ത്രത്തിലെ ഓരോ അക്ഷരവും വിഷ്ണുവിൻ്റെ നാമത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് 12 അക്ഷരങ്ങളും ആ മഹാവിഷ്ണുവിൻ്റെ നാമത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഓം എന്നാൽ സർവവും വ്യാപിക്കപ്പെട്ടിരിക്കുന്ന ആ സൃഷ്ടാവിനെയാണ് സൂചിപ്പിക്കുന്നത്. നാരായണൻ, സർവഭൂതങ്ങളുടെയും പരമാശ്രയമാണ് ശ്രീ ഭഗവാൻ നാരായണൻ. നമോയിലെ മോ എന്നാൽ മാധവൻ, മഹാലക്ഷ്മിയുടെ പതിയായ ശ്രീ മാധവനെ ഞാൻ നമസ്കരിക്കുന്നു. ഭഗവാൻ, ആ പരമദൈവം, സർവശക്തനായ മഹാവിഷ്ണു. ഗോവിന്ദൻ, ഭൂമിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന ആ ഗോവിന്ദനെ ഞാൻ നമസ്കരിക്കുന്നു. വാസുദേവൻ, പരമേശ്വരൻ, കൃഷ്ണൻ്റെ ആധികാരിക നാമമാണ് വാസുദേവൻ. എന്നാൽ ത്രിവിക്രമൻ, 3 ലോകങ്ങൾക്കും അധിപനായ ആ നാമത്തെ, ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. വാമനൻ, വിശ്വരൂപം സ്വീകരിച്ച മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് വാമനൻ. ശ്രീധരൻ, ശ്രീലക്ഷ്മിയെ ഹൃദയത്തിൽ ധരിച്ച ആ ദൈവത്തെ ഞാൻ നമസ്കരിക്കുന്നു. ദേവകീ നന്ദനൻ, അമ്മ ദേവകിയുടെ പുത്രനായ കൃഷ്ണനെ നമസ്കരിക്കുന്നു. വരാഹൻ, ഭൂമിയെ രക്ഷിക്കാൻ ഉദ്ഭവിച്ച ദശാവതാരത്തിലെ ഒരു രൂപമാണ് വരാഹ അവതാരം. യദുകുലനാഥൻ, യദുകുലത്തിലെ രാജാവായ കൃഷ്ണ ഭഗവാൻ. ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും ഭഗവാന്റെ നാമങ്ങളുമായും ബന്ധമുണ്ട്. അങ്ങനെയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം വന്നിരിക്കുന്നത്. ഭഗവാന് 1000 നാമങ്ങളുണ്ട്, 1000-ന് മേലെയുമുണ്ട്. നമുക്ക് ഏത് നാമത്തിലും ഭഗവാനെ നമുക്ക് വിളിക്കാവുന്നതാണ്. ഏത് നാമം വിളിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാലും ആ ഭഗവാൻ വിളി കേൾക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഹിന്ദു ആചാരപ്രകാരം നമുക്ക് ഓരോ ദിവസവും പ്രാധാന്യമുള്ളതാണ്, മാസങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന 12 ദ്വാദശാക്ഷരി മന്ത്രങ്ങൾ 12 നാമങ്ങളുമായും, അതായത് 12 മാസത്തിലെ നാമങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. 12 മാസങ്ങളെ സൂചിപ്പിക്കുന്നു. ഓരോ മാസവും ഓരോ നാമം പ്രതിനിധീകരിക്കുന്നതിലൂടെ വിഷ്ണുവിൻ്റെ സാന്നിധ്യം എല്ലാ സമയത്തും അനുഭവപ്പെടുന്നുവെന്നാണ് ഇത് കാണിച്ചു തരുന്നത്. ഈ 12 നാമങ്ങൾ ഓരോ മാസത്തിലും വിഷ്ണുവിൻ്റെ വിവിധ ദിവ്യഗുണങ്ങളും രൂപങ്ങളും പ്രതിനിധീകരിക്കുന്നുണ്ട്. ആദ്യ മാസമായ ചൈത്രമാസം, അതായത് മാർച്ച് ഏപ്രിൽ ആയിട്ടാണ് ചൈത്രമാസം വരുന്നത്. ഇത് വിശ്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഭഗവാൻ കേശവനുമായി. അതായത് ഈ മാസത്തിലാണ് ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചത് എന്നാണ് വിശ്വാസം. വിഷ്ണു സർവവ്യാപിയാണ്. ഭഗവാൻ വിഷ്ണു, ആ വിശ്വനാഥൻ, ഈ മാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വൈശാഖമാസം, ഏപ്രിൽ മെയ് മാസത്തിലാണ് വൈശാഖമാസം വരുന്നത്. ഭഗവാൻ നാരായണ എന്ന നാമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വിഷ്ണു നാരായണനായി സകല ഭൂതങ്ങളുടെയും അഭയമായിരിക്കുന്ന ഒരു മാസമാണിത്. ഗംഗാസ്നാനം ഈ മാസങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ജ്യേഷ്ഠമാസം, ഭഗവാൻ മാധവൻ. ഈ മാസത്തിൽ അതിശക്തമായ സൂര്യപ്രഭാവം അനുഭവപ്പെടും. ലക്ഷ്മി നാരായണ പ്രഭാവം ഈ മാസത്തിൽ സൂചിപ്പിക്കപ്പെടുന്നു. ഊർജ്ജസ്വലതയെയും പവിഴനിധിയെയും ഈ മാസം പ്രതിനിധാനം ചെയ്യുന്നു. ആഷാഢമാസം, ജൂൺ ജൂലൈ മാസത്തിലാണ് ആഷാഢമാസം വരുന്നത്. ഭഗവാൻ ഭക്തവത്സലനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആഷാഢമാസം. ഈ മാസം ഗുരുപൗർണമി വരുന്നുണ്ട്. ഭഗവാൻ എന്നത് പരമപൂർണമായ ആ പരബ്രഹ്മത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ശ്രാവണമാസം, ജൂലൈ ആഗസ്റ്റ്, ഗോവിന്ദനാമവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ മാസത്തിൽ ജന്മാഷ്ടമി വരുന്നുണ്ട്, കൃഷ്ണ ജന്മാഷ്ടമി. അതുകൊണ്ട് തന്നെ ഭഗവാൻ കൃഷ്ണനെ ഗോവിന്ദൻ എന്ന നാമത്തോടുകൂടി ഈ മാസത്തിന് പ്രാധാന്യം നൽകി ആദരിക്കുന്നു. ഭാദ്രപദം, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഭാദ്രപദം വരുന്നത്. വാസുദേവൻ എന്ന നാമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആശ്വയുജം, സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഈ മന്ത് വരുന്നത്. ത്രിവിക്രമ എന്ന നാമവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വിഷ്ണുവിൻ്റെ വാമന അവതാരത്തിലെ മഹത്തായ വിസ്താരപ്രാപ്തി ഈ മാസത്തിൽ ഉദ്ഭവിച്ചുവെന്നാണ് ഐതിഹ്യം. കാർത്തികം, ഒക്ടോബർ നവംബർ മാസത്തിൽ വരുന്നു. വാമനൻ, ഈ മാസം ദീപാവലി ഉത്സവവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വിഷ്ണുവിൻ്റെ വാമന അവതാരവും ഓർമ്മപ്പെടുത്തുന്നു.
മാർഗശീർഷം നവംബർ ഡിസംബർ മാസത്തിൽ വരുന്നത് ശ്രീധരൻ എന്ന നാമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീ മഹാലക്ഷ്മിയെ ഹൃദയത്തിൽ വഹിക്കുന്നതുകൊണ്ട് ഈ മാസം ധനസമ്പന്നതയുടെ മാസമായി കണക്കാക്കപ്പെടുന്നു. പൗഷം ദേവകീ നന്ദനൻ ഈ നാമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ മാസത്തിൽ വൈകുണ്ഠ ഏകാദശി വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. മാഘമാസം ജനുവരി ഫെബ്രുവരി മാസത്തിൽ വാരാഹ അവതാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂമിയെ രക്ഷിച്ച വാരാഹ അവതാരം ഈ മാസത്തിലാണ് നമ്മൾ ആചരിക്കപ്പെടുന്നത്. ഫാൽഗുന മാസം ഫെബ്രുവരി മാർച്ച് മാസം യതുകുലനാഥനെ സൂചിപ്പിക്കുന്നു. ഹോളി കൊണ്ടാടുന്നത് ഈ മാസത്തിലാണ്. കൃഷ്ണൻ്റെ ലീലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മാസം യദുകുലനാഥനായ ഭഗവാൻ കൃഷ്ണനുമായിട്ട് അഭേദ്യമായ ബന്ധം കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഓരോ മാസവുമായി ഭഗവാന്റെ നാമങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ ദിവസവും നമുക്ക് പ്രാധാന്യം നൽകുന്നതാണ്. ഓരോ ദിവസവും നാമം ജപിക്കുന്നതിനും അതിയായ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ മന്ത്രം എങ്ങനെ ജപിക്കണം എന്നറിയേണ്ടതില്ലേ? ബ്രഹ്മമുഹൂർത്തത്തിൽ ജപിക്കുന്ന ഏത് മന്ത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ശക്തിയും അനുഗ്രഹവും ഫലപ്രാപ്തിയും വളരെ വേഗം തന്നെയായിരിക്കും. അതുപോലെ തന്നെ സന്ധ്യാസമയവും ഈ നാമം ജപിക്കാൻ വളരെ ഉത്തമമാണ്. എല്ലായ്പ്പോഴും ജപിക്കാവുന്ന ഒരു മന്ത്രം തന്നെയാണ് ദ്വാദശാക്ഷരി മന്ത്രം, പ്രത്യേകിച്ച് വിഷ്ണു സ്മരണയ്ക്കായി. ഇനി എത്ര പ്രാവശ്യമാണ് ജപിക്കേണ്ടത് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുക 108 തവണയെങ്കിലും മിനിമം ഒരു ദിവസം ജപിക്കണമെന്ന് തന്നെയായിരിക്കും. ജപമാല കൊണ്ട് നിങ്ങൾക്ക് ഈ നമ്പറുകൾ തിട്ടപ്പെടുത്താവുന്നതാണ്. 12 തവണ ജപിച്ചാലും ദ്വാദശാക്ഷരി മന്ത്രങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫലം ഉണ്ടാകും എന്നതാണ് സത്യം. 21,000 തവണ ഈ ജപം ചെയ്താൽ മന്ത്രസിദ്ധി ലഭിക്കുമെന്ന് പുരാണങ്ങൾ വരെ പറയുന്നുണ്ട്. ജപത്തിനുള്ള ഉത്തമമായ സ്ഥലം എപ്പോഴും ക്ഷേത്രങ്ങൾ തന്നെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ ആ സമയം കുറച്ചു നേരം അവിടെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്തിരുന്ന് ഈ നാമം ജപിക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും വൃത്തിയുള്ള സ്ഥലത്ത് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിലിരുന്ന് നാമം ചൊല്ലാവുന്നതാണ്. ശുദ്ധമായ ആഗ്രഹത്തോടെ ആയിരിക്കണം നാം ഏത് നാമവും ജപിക്കുവാൻ. ശുദ്ധമായ വസ്ത്രം ധരിക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൈവശം ഒരു തുളസി ഇലയോ അല്ലെങ്കിൽ ഭഗവാന് അഭിഷേകം ചെയ്ത ചന്ദനമോ ഉണ്ടെങ്കിൽ അത് ധരിച്ചതിന് ശേഷം ഈ നാമം ചൊല്ലുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുവാൻ ഉപകരിക്കും. ആ ആത്മവിശ്വാസമാണ് നിങ്ങൾ ചൊല്ലുന്ന നാമത്തിന് നിങ്ങൾ കൊടുക്കുന്ന എനർജി എന്ന് പറയുന്നത്. വിഷ്ണുവിൻ്റെ ചിത്രം നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ബാലകൃഷ്ണ വിഗ്രഹം മുതലായവ നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ജപിക്കാവുന്നതാണ്. ശാലഗ്രാമം മുന്നിൽ വെച്ചിട്ടും ജപിക്കാവുന്നതാണ്. ദ്വാദശാക്ഷരി മന്ത്രജപത്തിൻ്റെ മഹത്വം ഞാൻ നേരത്തെ കുറച്ച് പറഞ്ഞിരുന്നു. വീണ്ടും ഒന്നുകൂടി പറയാം. മോക്ഷപ്രാപ്തിക്ക് വളരെയധികം സഹായിക്കുന്ന മന്ത്രം തന്നെയാണ് ദ്വാദശാക്ഷരി മന്ത്രം. പാപങ്ങൾ നീക്കുന്ന മന്ത്രമാണ് ദ്വാദശാക്ഷരി മന്ത്രം. വിഷ്ണോർ നാമോച്ചാരണം മാത്രം മുക്തിദായകം എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഈ മന്ത്രം ജീവിതത്തിലെ പാപങ്ങളും ദുഃഖങ്ങളും മാറ്റാൻ സഹായിക്കുന്നു. ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന ഉൾക്ഷോഭം, മാനസിക സമ്മർദ്ദം എന്നിവ ഇല്ലാതാക്കാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന മന്ത്രം തന്നെയാണ് ദ്വാദശാക്ഷരി മന്ത്രം. ഇന്ന് ഈ സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടതും മനസ്സിൻ്റെ ശാന്തത തന്നെയാണ്. വിഷ്ണുനാമ ജപത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തിയുള്ള മന്ത്രമാണ് ദ്വാദശാക്ഷരി മന്ത്രം. നിർമ്മലമായ ഭക്തിയോടെ ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിക്കുവാൻ ഏറ്റവും ഉചിതമായ മന്ത്രമാണ് ദ്വാദശാക്ഷരി മന്ത്രം. ഈ മന്ത്രത്തിൻ്റെ പ്രയോജനങ്ങൾ എങ്ങനെ നമുക്ക് സ്വായത്തമാക്കാമെന്നൊന്ന് നോക്കാം. ഏതെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും വലിയ കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ, അതായത് നിങ്ങൾ വ്യവസായം ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്ക് കയറുവാൻ തുടങ്ങുന്നു, ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഈ നാമം നിങ്ങൾക്ക് പ്രയോജനകരമായി തീരുന്നതാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ മറികടക്കാൻ, സാമ്പത്തിക പ്രശ്നങ്ങൾ മറികടക്കാൻ, കുടുംബ പ്രശ്നങ്ങൾ മറികടക്കാൻ ദ്വാദശാക്ഷരി മന്ത്രം നിങ്ങൾക്ക് പ്രയോജനകരമായി തീരും. ആരോഗ്യ സംരക്ഷണത്തിനായി മഹാവിഷ്ണുവിൻ്റെ കൃപ കൊണ്ട് നിങ്ങൾക്ക് രോഗശാന്തി ലഭിക്കുമെന്നും നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ്. ശ്രീ മഹാവിഷ്ണുവിൻ്റെ കൃപ നേടാൻ, ഭഗവാൻ വിഷ്ണുവിൻ്റെ കൃപയാൽ എല്ലാ വിഘ്നങ്ങളും ഇല്ലാതാകാനും ഈ മന്ത്രം നിങ്ങളെ വളരെയധികം സഹായിക്കും. ഇതിലെല്ലാം ഉപരിയായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ശാന്തിയും സമാധാനവുമാണ്. ശാന്തിയും സമാധാനവും ലഭിക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നേടി എന്നതാണ്.
അതുകൊണ്ട് തന്നെ വിഷ്ണു ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കൂടി ഞാനിത് നിർത്തുകയാണ്. അപ്പോൾ ആരും മറക്കരുത്, ദയവ് ചെയ്ത് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞും കൊടുക്കണം കേട്ടോ.